തമിഴ്നാട്ടിൽ നിന്ന് കാർ മോഷ്ടിച്ച് കടന്നു കളഞ്ഞ സംഘമെന്ന് സംശയിച്ച എറണാകുളം നെട്ടൂരിൽ രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ ലോറി പിടികൂടി. 3 പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഒരാൾ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറി പൊളിച്ച് രക്ഷപ്പെട്ടു. ഇയാളെ പിന്നീട് പോലീസ് പിടികൂടി. നെട്ടൂരിൽ നിന്ന് പുലർച്ചെ പനങ്ങാട് പോലീസ് ഒരു കണ്ടെയ്നർ ലോറി പിടികൂടിയ സംഭവം. അറസ്റ്റിലായത് 3 രാജസ്ഥാൻ സ്വദേശികൾ. തമിഴ്നാട്ടിൽ നിന്നും ഒരു കാർ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം. RJ14 GL 9772 കണ്ടെയ്നർ ലോറിക്ക് ദുരൂഹതകളേറെ. തമിഴ്നാട് കൃഷ്ണഗിരി ജില്ലയിലെ ഗുരുപരപ്പള്ളിയിൽ നിന്നും ഇന്നലെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന മാരുതി എക്കോ കാറായിരുന്നു മോഷണം പോയത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മോഷണ സമയം പരിസരത്തുകൂടി കടന്നുപോയത് രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള ഒരു കണ്ടെയ്നർ ലോറിയാണെന്ന വിവരം പോലീസിന് ലഭിച്ചു. മോഷ്ടിച്ച കാർ ഉപയോഗിച്ച് സംഘം ATM കൊള്ളയടിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം തമിഴ്നാട് പോലീസ് കേരള പോലീസിന് കൈമാറി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുലർച്ചെ 4:30 രാജസ്ഥാൻ സ്വദേശികളായ 3 പേർ പനങ്ങാട് പോലീസിന്റെ പിടിയിലാവുന്നത്. തമിഴ്നാട് പോലീസിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുടനീളം ഈ കണ്ടെയ്നർ ലോറിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പുലർച്ചെ പരിശോധന നടത്തുമ്പോൾ കണ്ടെയ്നറിലുണ്ടായിരുന്നത് AC-യും അനുബന്ധ സാധനങ്ങളും ഒപ്പം ഗ്യാസ് കട്ടറും. അപ്പോൾ ആ കാർ എവിടെ? ഇപ്പോഴും അതിന് ഒരു ഉത്തരമില്ല. 3 പേരെ പിടികൂടി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുമ്പോഴായിരുന്നു ഒരാൾ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറി ജനൽ പൊളിച്ച് രക്ഷപ്പെട്ടത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടുവെന്ന് സമീപവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെട്ടയാളെ പോലീസ് സ്റ്റേഷന് സമീപമുള്ള പ്രദേശത്ത് നിന്ന് കണ്ടെത്തി. കുഫോസിന് പുറകിലുള്ള കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കാർ മോഷണം ഹരിയാനയിലെ കുപ്രസിദ്ധ മേവൻ സംഘത്തിന് സമാനമാണെന്നാണ് തമിഴ്നാട് പോലീസിന്റെ നിഗമനം. മറ്റ് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. തമിഴ്നാട്ടിൽ നിന്നും മോഷണം പോയ കാർ കേരളത്തിലെത്തിയപ്പോൾ അപ്രത്യക്ഷമായതെങ്ങനെ? ഇനി പോലീസ് സംശയിച്ചതുപോലെ ഏതെങ്കിലും ATM കൊള്ള നടന്നിരിക്കാമോ? പോലീസിന്റെ കസ്റ്റഡിയിലായ പ്രതി ഓടി രക്ഷപ്പെട്ടതെന്തിന്? വാഹനത്തിനുള്ളിൽ ഗ്യാസ് കട്ടർ എന്തിന് കൊണ്ടു നടന്നു? നിരവധി ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. ക്യാമറമാൻ ജോയ് CR-നൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.